ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലൂടെ ഉള്ള പ്രയാണത്തിൽ നമ്മുടെ ഈ ശരീരത്തിൽ അമർന്നിരിക്കുന്ന, ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശരീരിയുണ്ട്. 48-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശരീരത്തിൽ ഈ മനസ്സിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ ശരീരി എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്, അതിൻ്റെ അറിവിൻ്റെ അഭാവം നമ്മളെ എവിടെയെല്ലാമാണ് കൊണ്ടെത്തിക്കുന്നത് ഗുരു സൂചിപ്പിക്കുകയാണ്. തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ ഇതെൻ്റെ എന്ന് സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും. അപ്പോൾ ഇവിടെ തനുവിലമർന്ന ശരീരി തൻ്റെ സത്താ തനുവിൽ ഇതെൻ്റെ എന്ന്. അപ്പം ഇവിടെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള ശരീരം, അതാണ് തനു. ആ തനുവിൽ, ആ ശരീരത്തിൽ അമർന്നിരിക്കുന്ന ശരീരി തൻ്റെ സത്താതനു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലസ്രോതസ്സായിരിക്കുന്ന ശരീരം. ഇത് രണ്ടും ശരിയായ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴാണ് അവിടെ ഈ തിരിച്ചറിവില്ലാതെ ശരിക്കുള്ള ഈ മാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിസ്സംഗഭാവത്തിലിരിക്കുന്ന, അതിൻ്റെ ഉണ്മയെ തിരിച്ചറിയാതെ ഇതെൻ്റെ എന്ന് തനുതയൊഴിഞ്ഞ്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മളുടെയൊക്കെ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നതാണ്, ഞാൻ ആരാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് അതെൻ്റെയാണ് ഇതെൻ്റെയാണ്. പക്ഷെ ഞാൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞും കൂടാ. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാതെ എനിക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പം നമ്മുടെ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം, ശാസ്ത്രം, അതൊക്കെ എപ്പോഴും വെളിയിലേക്കാണ് പലതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അതെല്ലാം വെളിയിൽ നമ്മൾ പരമാവധി അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും അവിടെ വീണ്ടും ചിലത് വിട്ടുപോവുകയാണ്. അതുകൊണ്ട് ഗുരു പറയുന്നു, ഇതിൻ്റെ ശരിക്കുള്ള ആ സത്യത്തെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ പറയുന്നത് സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിലാരും. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് ഓർക്കിൽ വിചാരിച്ചാൽ എല്ലാവരും അനുഭവശാലികളാണ്. എന്തിൻ്റെയാണ്? ഈ ആത്മാനുഭവത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ശരീരത്തിലും അതോടൊപ്പം തന്നെ ശരിയായിട്ടുള്ള സത്താ തനു അതിലൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് മറ്റെല്ലാം എന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ആ സൂക്ഷ്മമായിട്ടുള്ള മുൻവിധികളെ മാറ്റിക്കൊണ്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു ആത്മാനുഭവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ഇതിനു വേണ്ടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഒരു ദൈവത്തെ തേടി നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സുഖത്തെ തേടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം ഈ എന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു അറിവിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾക്ക് വേണ്ടുന്നത് ഈ അറിവിനെ, ശരിയായ രീതിയിലുള്ള അറിവിനെ നമ്മൾ തിരിച്ചറിയുക. പക്ഷേ അതൊരു അതിസങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട്
ഇവിടെ കിടക്കുകയാണ്. അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ വിശകലനത്തിലൂടെ ഗുരു ചെയ്യുന്നത്. ഓരോ ഉദാഹരണത്തിലൂടെ ഗുരു ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് മമത കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെട്ടിപ്പിടിക്കുന്ന എത്രയോ സൗധങ്ങളാണ്. സങ്കല്പത്തിൻ്റെയും അല്ലാത്തതിൻ്റെയും രീതിയിലുള്ള ഈ സങ്കല്പ കൊട്ടാരങ്ങളെ നമ്മൾക്ക് ഇല്ലാതാക്കിയാൽ മാത്രമേ ശരിയായ രീതിയിലുള്ള ആ അനുഭവത്തെ, അറിവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗുരു നമ്മളോട് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വെളിയിലേക്കുള്ള ഓട്ടം നിർത്തിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ചിന്തയുടെ ഒക്കെ വികല്പമായിട്ടുള്ള നമ്മൾക്ക് അത് ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു നിരീക്ഷണ പാഠവും അനിവാര്യമാണ്. അതില്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റു പലതിനെയും ആശ്രയിക്കേണ്ടി വരികയും നമ്മൾ വൻ ചതിക്കുഴിയിൽ പെട്ടുപോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്രമാത്രം നമ്മൾ വിദ്യാസമ്പന്നരായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും, അറിവിൻ്റെ അഭാവമാണ്. ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾക്കുള്ളപ്പോഴും ആധ്യാത്മികമായിട്ട്, അതായത് അവനവനെക്കുറിച്ചുള്ള ആ അറിവ് നമ്മിൽ ഉണരാത്തിടത്തോളം കാലം ഇത് സംഭവിക്കില്ലെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു ചലനം നമുക്ക് അനിവാര്യമാണ്. അതുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ശ്രമിക്കാം. എവർക്കും നമസ്കാരം.